സിദ്ദിഖിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. വഞ്ചൂർ കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റ് മുൻപാകെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അതിനിടയിൽ ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നീട് മൊഴി മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് അന്വേഷണ സംഘത്തിന്. എപ്പോഴാണ് മൊഴി നൽകുക? എന്താണ് വിവരങ്ങൾ? മധു, നടൻ സിദ്ദിഖിനെതിരായ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കിയാണ് അന്വേഷണ സംഘം. ഇന്നലെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ദിഖിനെതിരെ ഉള്ളത്. പ്രത്യേകിച്ച് അതിക്രൂരമായ ശാരീരിക ലൈംഗിക പീഡനങ്ങൾ നടന്നു എന്ന് തന്നെയാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇന്നിപ്പോൾ രഹസ്യമൊഴി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വഞ്ചൂർ കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മുൻപിലാകും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മജിസ്ട്രേറ്റ് എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ ഈ പരാതിക്കാരിയെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമാകാം ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഈ രഹസ്യമൊഴി എടുത്തു കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് വേഗത്തിൽ തന്നെ പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒരുപക്ഷെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനോ മറ്റോ ഹൈക്കോടതിയോ അല്ലെങ്കിൽ മറ്റു കോടതികളെ സമീപിച്ചാൽ അതിൽ തീരുമാനമാകുന്നതുവരെ അന്വേഷണ സംഘം കാത്തിരിക്കും. പക്ഷേ അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വേഗത്തിൽ തന്നെ പോകുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാരണം ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സിദ്ദിഖിനെതിരെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബലാത്സംഗ കേസുകളിൽ ചോദ്യം ചെയ്യലോ ഒന്നും ആവശ്യമില്ല. നേരെ അറസ്റ്റ്, അത് കഴിഞ്ഞ് റിമാൻഡ്, തുടർ അന്വേഷണം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോവുകയാണെങ്കിൽ മാത്രം അതിൽ കോടതിയുടെ നിലപാട് വരുന്നത് വരെ കാത്തിരിക്കും. അതല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നിലവിൽ അതായത് ഈ അന്വേഷണ സംഘം ഈ ഓരോ എഫ്ഐആറും ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു, രഹസ്യമൊഴി അടക്കമുള്ളവ രേഖപ്പെടുത്തി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് എന്ന കാര്യത്തിലേക്ക് നിലവിൽ കടക്കാനുള്ള സാധ്യതയുണ്ടോ? ബലാത്സംഗ കുറ്റവും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അതിശക്തമായ നിയമ സംവിധാനമാണ് നിയമ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിയേർക്കപ്പെട്ടയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ചാകും അന്വേഷണ സംഘം പോവുക. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിയുടെ അറസ്റ്റ് എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള നടപടിക്രമം. അതുതന്നെയാകും ഈ സിനിമയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. അത്തരം നടപടികളിൽ വൈകൽ ഉണ്ടായാൽ അത് കേസിൻ്റെ അന്വേഷണത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മാത്രമല്ല സിദ്ദിഖിൻ്റെ കേസിൽ അത് ഗൗരവമായ കേസാണ്. കാരണം സിദ്ദിഖിനെതിരെ ശക്തമായ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. സാഹചര്യ തെളിവുകൾ സംബന്ധിച്ച് അന്വേഷണ സംഘം പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ സിദ്ദിഖിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ എപ്പോഴത്തേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും? മസ്കറ്റ് ഹോട്ടലിൽ പ്രാഥമികമായ ഒരു പരിശോധന ഈ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിലെ കാര്യങ്ങൾ ഒരുവിധം ഈ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് മസ്കറ്റ് ഹോട്ടലിനോട് അന്നത്തെ രേഖകളെല്ലാം ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവരുമായി ബന്ധപ്പെടുമ്പോൾ അന്നത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായ രേഖ അവരുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ അന്നത്തെ വിസിറ്റേഴ്സ് ആരൊക്കെ, അവിടെ റൂം എടുത്തവർ ആരൊക്കെ എന്നൊക്കെയുള്ള കൃത്യമായ വിവരം മസ്കറ്റ് ഹോട്ടലിൻ്റെ പക്കലുണ്ട്. അത് ഇന്ന് തന്നെ കൈമാറാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഒരുപക്ഷെ മസ്കറ്റ് ഹോട്ടലിൻ്റെ അധികൃതർ അന്വേഷണ സംഘത്തിന് കൈമാറും. ശരി, അനന്തകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.